see, the two of us are our best friends. അതിനകത്ത് ഇതിനകത്ത് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇത്ര ആക്കിയത്. ആൻഡ് ദിസ് ഈസ് ദെയർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ബ്യൂട്ടിഫുൾ ലൈഫ്. അപ്പം വി ആർ വിഷിംഗ് ദം വെരി സക്സസ്ഫുൾ മാരീഡ് ലൈഫ്. So this happened today, അല്ലേ? ഇത്ര സ്നേഹമുള്ള ബോയ്ഫ്രണ്ട് എനിക്കറിയത്തില്ല ഇവർക്ക് ഈ കാര്യത്തിൽ ആർക്കും അറിയാം. ഇറ്റ്സ് എ മിസ്റ്ററി. ഞാനൊന്നും എക്സ്പെക്ട് ഒന്നും ചെയ്തില്ല. കൊള്ളാം കേട്ടോ, നല്ല സീങ് ആണ്. ഒരച്ചു നോക്കണോ? ഹായ് ഗൈസ്, നമ്മള് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ എവിടെയാ പോകുന്നത്? എവിടെ പോകുന്നത്? എവിടെ പോണം? എവിടെ പോണം? അവിടെ നമ്മൾ പോകുന്നു. നമ്മള് എവിടെ പോകുന്നത്? നമ്മളിന്ന് പോകുന്നത് ആക്ച്വലി ഗോപിയാശാമിന്റെ 29ാമത് ഗോപിയാശാമിന്റെ 26ാമത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞുള്ള ആഘോഷം. ഈ വർഷം കൊണ്ട് ഗോപികാശാമിന്റെ 20കൾ തീരുന്നത് കൊണ്ട് അപ്പൊ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെയിൽസ് പോവാണ്. ഇനി നമ്മൾ നമ്മുടെ പിറന്നാൾ കുട്ടിയെ കാണിക്കാണ്. ഗോപിശാം, ഓ ഓ ഓ ഓ ഓ ഗോപികാശാം ശുഭ സീനാണ്. ഗോപികാശാമന്റെ ചെലവിലാണ് നമ്മളിത് പോകുന്നത്. ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഗോപികാശാമിന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അതിന് മാത്രം ഗോപികാശാം ഒന്നും അറിയണ്ട, അല്ല നമ്മളാണ്. ബാക്കി എല്ലാം ഗോപികാശാമാണ്. ഫുഡ് ഞങ്ങൾ നമ്മൾ മാഗ്ഡിയിലൊന്നും ഇപ്രാവശ്യം കയറത്തില്ല. സർവീസ് പോയിന്റ്സിൽ പോലും അല്ല, നമ്മൾ ഏതെങ്കിലും നല്ല സ്ഥലത്ത് കയറി ഹൈ എൻഡ് ഫുഡുകൾ മാത്രമേ ഞങ്ങൾ ഇപ്രാവശ്യം കഴിക്കത്തുള്ളൂ. ആഗ്രഹം. അവൾ എന്തോ 7000 പൗണ്ട് എന്തോ ആണ് അവള് മാക്സ് ഇതിൽ വെച്ചേക്കുന്നത്, ബഡ്ജറ്റ്, ബർത്ത്ഡേ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. സോ വി ആർ വെരി ഹാപ്പി അല്ലേ? വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. ഗോപിയാശാമിനെ പോയിട്ട് തങ്കക്കോടത്തിനെ സുഹൃത്തായിട്ട് കിട്ടിയതിൽ. ഈവനിങ് സ്നാക്സിന് ഒരു ബഫേ പിടിക്കാനാണ് ഗോപിയാശാം പറഞ്ഞത്. അങ്ങനെ തന്നെ ചെയ്യാല്ലേ? നമുക്ക് നേരെ ഫാം ഹൗസിലോട്ട് ഇപ്പൊ പോവല്ലേ? എന്നിട്ട് സ്റ്റാർട്ടേഴ്സ് അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം അല്ലേ? അപ്പൊ ഞങ്ങളിപ്പം ഒരു ക്യാമറ വാങ്ങിക്കാൻ പോവാ. ഞങ്ങൾ ക്യാമറ എടുക്കാൻ മറന്നുപോയി. സോ ഔട്ട്ലെറ്റ് ഉണ്ട്. സോ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം ഇത്ര ദൂരം ഓടിയല്ലോ വണ്ടി. ഒരു ക്യാമറ വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം ഫിലിപ്പോസ് അവർക്ക് കയ്യിൽ ഒരുപാട് കാശിരുന്നിട്ട് എങ്ങനെ ചെലവാക്കണം എന്ന് അറിയത്തില്ല. അപ്പം പറഞ്ഞു എന്താ പറയുക, പുതിയ ഒരെണ്ണം വാങ്ങിക്കാം അല്ലേ? നമ്മൾ പോകുന്ന വഴിക്കാൻ തോന്നുന്നു പിക്സൽ 10 റിലീസ് ആണ്. അതും എടുത്താൽ കൊള്ളുന്ന ഒരു ആഗ്രഹമുണ്ട്. ഗോപിയാശാം ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എല്ലാവർക്കും മേടിച്ചിട്ടെന്ന് പറഞ്ഞത്. യെസ്, ഇതെല്ലാം വരുന്നതാണ്. ഞങ്ങൾ തെളിവുകൾ ഉൾപ്പെടെ ഞങ്ങൾ അങ്ങനെ കള്ളത്തരം ഒന്നും കാണിക്കത്തില്ലല്ലേ? കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ. 30K നമ്മൾ അക്കൗണ്ട് കൂട്ടുന്നതായിരിക്കും. ഓപ്പൺ ചലഞ്ച്. അപ്പൊ നമ്മളിപ്പോ ഗോപിയാശാമിന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവാ. കാരണം അവര് ക്യാമറ എടുക്കാൻ മറന്നുപോയി. നിന്റെ കാശുണ്ടോ? ആഗ്രഹം കണ്ടില്ലേ അവളുടെ കള്ളി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഉറ്റ സുഹൃത്തായ ജിജോ തോമസ് ജോർജിന് അവറുകളെ അല്ലേ എവിടെ ഒരു പ്രീമിയം VIP സർവീസ് ട്രെയിനിൽ നിന്നാണ് വരുന്നത് സാധാരണ. അതേത് ട്രെയിൻ? അപ്പൊ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് പൊക്കണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഹോബി ക്രാഫ്റ്റ് കയറുന്നുണ്ടോ? ഹോബി ക്രാഫ്റ്റ് കയറി ഇനിയാണ് ഗൈസ്, ഇനിയാണ് ഞങ്ങൾ സത്യം പറയാൻ പോകുന്നത്. ഗോപിയാശാം ഇവിടെ ഇല്ലിപ്പം. ഈ സമയത്താണ് ഞങ്ങൾ ഇനി സത്യം പറയാൻ പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് ഗോപിയാശാമിനെ നമ്മുടെ ഫിലിപ്പോസ് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. സോ വി ആർ വെരി എക്സൈറ്റഡ്. അവൾക്ക് അറിഞ്ഞൂടാ. സോ നമ്മൾ പറഞ്ഞേക്കുന്നത് അവളുടെ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത്
വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഹർ ബർത്ത്ഡേ. അപ്പം ഒരു സർപ്രൈസ് പാർട്ടി ഉണ്ട്, ഞാൻ അവളോട് തന്നെ പറഞ്ഞേക്കുന്നു. സോ എനിക്ക് വീഡിയോ എടുക്കണം. സോ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ഒരു വ്ളോഗ് വേണം. ആ വ്ളോഗിന് വേണ്ടിയിട്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഒക്കെ എല്ലാം റെഡിയായി, ഡ്രസ്സൊക്കെ വലിയ ഭയങ്കര സന്തോഷത്തിലല്ലേ, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പുള്ളിക്കാരത്തി. ആക്ച്വലി മൈൻഡിൽ ഇതൊരു ബർത്ത്ഡേ വ്ളോഗ് പോലെ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ലെറ്റ്സ് സീ. അതെ, അപ്പം നമ്മൾ എല്ലാം ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും, റിങ്ങും എല്ലാം, റിങ് എൻ്റെ കയ്യിലുണ്ട്, സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ബാക്കിൽ വെച്ചിട്ടുണ്ട്. അവർക്ക് അറിഞ്ഞൂടാ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഞാൻ പറയുന്നൊക്കെ ഇവർക്ക് കേൾക്കുന്നുണ്ടോ ഈ പാട്ട് കേട്ടോ? കാരണം എൻ്റെ ഈ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഞങ്ങൾ ഒരു ഗെയിം വെച്ചിട്ടുണ്ട്, ഒരു ഗെയിം. അപ്പം ആ ഗെയിമിന് അതൊരു ട്രഷർ ഹണ്ട് ഗെയിം എന്ന് വേണേൽ കൂട്ടിക്കും. പല പല ഗിഫ്റ്റുകൾ ആ വീടിന്റെ പല പല ഭാഗത്ത് ഞങ്ങൾ നേരത്തെ ഒളിപ്പിച്ച് വെച്ച്, അങ്ങനെ പറയണ്ടല്ലേ. സോ അപ്പം ഞങ്ങള് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ആ ഇൻസ്ട്രക്ഷൻ അല്ലാതെ, ഇത് ബിഗ് ബോസ് മത്സരം പോലെയാ, ഇൻസ്ട്രക്ഷൻ അല്ലാതെ നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നിന്നെ മുട്ടയിലിട്ട് കുളിപ്പിക്കും. അതാണ് നിനക്ക് ഉള്ള വാങ്ങിക്കാലും. ചീമുട്ട വേണേ, അവരോട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മുട്ട വേണേ ചോദിച്ചു വാങ്ങിച്ചോ. മുട്ടയിൽ ഇട്ട് കുളിപ്പിക്കുക, അതാണ് നിനക്ക് കിട്ടുന്ന പണിഷ്മെന്റ്. മുട്ട വേണ്ടും. അപ്പൊ ഇത് ഞങ്ങളൊരു ഡിസ്ക്ലെയിമർ പോലെ തന്നതാ. ഇനി അവിടെ ചെന്നിട്ട് കാണാൻ പോണ വർത്താനം പറഞ്ഞു കഴിഞ്ഞോണ്ട് പറഞ്ഞ് കാണിച്ചാലാടി ഞാൻ മുട്ട നിന്റെ തലയിലിരിക്കടി. അപ്പൊ ഗൈസ് നമ്മള് ജിജോ തോമസിനെ പൊക്കിയിട്ടുണ്ട്. ഹായ് കൊടുക്ക ഗൈസിന്. കിട്ടുമല്ലേ? എന്ത് ആ ശരിയാണല്ലോ. ഹായ്, ഇന്നാണ് നമ്മൾ ഗോപിക ശമന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കിടക്കുന്നുണ്ട്. അപ്പൊ രാവിലെ കുറച്ച് വൈറ്റമിൻ ഡി തിന്നാന്ന് വിചാരിച്ചു. അത് ശരിയല്ലേ, കുറച്ചേർത്താ. ആ കേട്ടോ, സൺസ്ക്രീൻ തേക്കുന്നുണ്ടോ വൈറ്റമിൻ ഡി കിട്ടാത്ത? കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജിജോ സൈനിങ് ഓഫ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര മണിക്കാ ഗൈസ് പാർട്ടി പ്ലാൻ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങൾക്ക് ഗോപിയശ്യാം ഞങ്ങളോടുള്ള ആദരസൂചകമായിട്ട് 14,200 രൂപയുടെ ഒരു ചമ്പാഗ്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് പൊട്ടിച്ച് ഗോപിയശ്യാമിന്റെ തന്നെ തലയിൽ കൂടെ ഒഴിച്ച് അതൊക്കെയാണ് പ്ലാൻ. വെട്ടിയിട്ട വാഴത്തണ്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ഇവിടെ ബക്കറ്റ് നിർത്തുന്നു. നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ അവള് പറയുന്ന പാലഭിഷേകം ഷാമ്പയിൻ അഭിഷേകം തലൈവാ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കും മിക്കവാറും, ഈ ലോണിലായിരിക്കും പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്ക് മറ്റേ ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാവേ. ഹായ്. സോ നമ്മൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആർച്ചെല്ലാം സെറ്റായി. പുള്ളിക്കാരി മേളിൽ കിടന്ന് ഉറങ്ങുക. നമ്മൾ പറഞ്ഞു വൈകുന്നേരം ആകുമ്പം ഇനി പോന്നാൽ മതി, എല്ലാം ഇവിടെ സെറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഏകദേശം നിങ്ങൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുമ്പേ ഗൈസ് നമ്മൾ ബലൂൺ വെറുപ്പിക്കാണ്. ഹായ് ഗായ്സ്, നമ്മളെ ഗോപേശാന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ബലൂൺസ് നമുക്കൊരു മൂന്നെണ്ണം ഇങ്ങനെ ആക്കിയിട്ട് നോട്ട് പറപ്പിച്ചു വിടുന്ന ഐഡിയ. ഐ ലൈക്ക് ഹിസ് ഐഡിയ ഇൻ ഹാഫ്.
ഓക്കെ, ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വെക്കാം. അത് രണ്ട് സൈഡിൽ ഇരിക്കട്ടെ. എന്നിട്ട് ആ മറ്റേ ടേബിളിന്റെ രണ്ട് സൈഡിൽ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം അല്ലേ? അതെ, എല്ലാം ഏകദേശം സെറ്റായിട്ടാണ്. ആക്ച്വലി ഒരു 3-4 മാസത്തെ ആക്ച്വലി പ്ലാനിങ്ങും കാര്യങ്ങളുമാണ്. ആക്ച്വലി പുള്ളി നാട്ടിലാണ് ഇടയ്ക്ക് ഒരു ബ്രേക്കിന് പോയായിരുന്നു. അപ്പോഴാണ് നമ്മൾ റിങ്ങും കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റാക്കി വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി സ്ട്രഗിൾ ആയിരുന്നു. ആക്ച്വലി എന്താ പറയുക, ഇവളറിയാതെ നമുക്ക് ഇത് പോകാൻ. പിന്നെ നമുക്ക് തന്നെ തമാശക്കാണെങ്കിൽ നമ്മൾ ചുമ്മാ ജസ്റ്റ് തന്നെ ചൊറിയാൻ വേണ്ടി തന്നെ പറഞ്ഞത് റിങ്ങില്ല, കാര്യങ്ങളില്ല. അതുപോലെ തന്നെ തട്ടിക്കൂട്ട് റിങ് ഷോപ്പ് കൊണ്ടുതന്നെ പുള്ളിക്കാരിക്ക് ഒരു കൗതുകളെ പോകാൻ. അപ്പോൾ നമ്മൾ തന്നെ പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കല്യാണം തന്നെ ഭയങ്കര സ്ട്രഗിളാണ്. അതുകൊണ്ട് തന്നെ പറയുക, നമ്മൾ കല്യാണത്തിന് വേണ്ടി മൊത്തം സേവ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആക്ച്വലി പുള്ളിക്കാരിക്ക് ഒരു 4 സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കണ്ട, നമുക്ക് പിന്നെ തന്നെ പറയുന്നത് കുറേ വർഷം കഴിഞ്ഞ് ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബട്ട് let's hope for the best, and we are also really excited about it, and let's see. Okay, I've got the groom here. നീ വന്നേ, കുറച്ച് ക്യാമറ ചെയ്യണേ, ക്ഷമിക്കണേ. He has been waiting for this moment a long time. നമ്മൾ കുറേ നാളായി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ആൻഡ് how excited are you? ഞങ്ങളിങ്ങനെ പറഞ്ഞ് ശീലമില്ല, അതുകൊണ്ടല്ലേ ഭയങ്കര എക്സൈറ്റഡ്. എന്നാലും കുറച്ച് എക്സൈറ്റഡാ. സംശയം ഉണ്ടോ ശരിക്കും? ഉണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾ മാക്സിമം ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ ഇട്ട് ആദ്യം പുള്ളിക്കാരുടെ മനസ്സ് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്, അറിയത്തില്ല. പക്ഷെ ഹോപ്പ്ഫുള്ളി നമ്മൾ എത്തും. അപ്പം ഇത് നിങ്ങളുടെ കല്യാണത്തിൽ എത്ര വർഷമായി നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 4 വർഷം. അപ്പോൾ 4 വർഷത്തിനിടയിൽ നിങ്ങളുടെ കല്യാണം പിന്നെ കുറേ സ്ട്രഗിൾസുമായിട്ട് നിങ്ങൾ ഇത്രയും മുന്നോട്ട് വന്നു. ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുമ്പോൾ വാട്ട് യു ഫീൽ? ഹൃദയം എടുക്കുന്നതാണ് പുള്ളിക്കാരെ പറയുന്നത്. അപ്പം എക്സൈറ്റഡാ. അപ്പോൾ ഇത് ഏറ്റവും നല്ലതായിട്ട് നടക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളെ എസ് പറയോടാ, അവളെ എസ് പറയോ? എസ് പറഞ്ഞിട്ട് ഈ വീഡിയോ പുറലോകം കാണത്തില്ല. പക്ഷെ ഞാൻ നീ നോക്കാനില്ലൂടാ. എനിക്ക് തന്നെ പറ. ഇതാണ് ഞങ്ങളുടെ ഇവന്റ് കോർഡിനേറ്റർ. ഞങ്ങളുടെ എല്ലാ ഇവന്റും പിന്നെ പടങ്ങളെടുത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി ഇതാണ്. എന്താവും ഇത് ട്രയലാണ് കഴിഞ്ഞ് ഞാൻ പറയുന്നത്. അതെ, കല്യാണത്തിന് വേണ്ടി എന്നെ ഫയർ ചെയ്യണോ വേണ്ടതെന്ന് ഇതിൽ നിന്ന് അവർ തീരുമാനിക്കും. ഓക്കെ ഗൈസ്, ബൈ. കാണട്ടെ. സോ നമ്മളുടെ ഫൈനൽ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാം റെഡിയായി. ഞാൻ കാണിക്കാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് സൺസെറ്റ് അല്ലേ? സമയം എത്ര? ഗോപീശാം, ഞങ്ങളിതേ വീഡിയോ ഓണാക്കി. ഗോപീശാം, ആർ യു റെഡി? ഓക്കെ ഗോപീശാം, ഇത് തുടങ്ങുന്നതിന് മുന്നേ വി ഹാവ് സം ഇൻസ്ട്രക്ഷൻസ് ഫോർ യു. സോ ഡു ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, നമ്മൾ എന്ത് പറയുന്നോ അതനുസരിക്കലേ നിനക്ക് നിവർത്തിയുള്ളൂ. വേറെ നിവർത്തി നിനക്കില്ല. നീ പോരെ, നടന്നു പോരെ. നമ്മൾ ഞാൻ അനുസരിച്ച് പറഞ്ഞു. അപ്പോൾ കസേരയൊക്കെ കാണാം. എന്നെ കാണാവോ? I found a love for me.
me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time, darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing dance, dance, dance. between my arms, barefoot on the grass, we're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it, darling, you Guys, engage. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than Thank you. അങ്ങനെ ഈ അവസരത്തിനായി സഹകരിച്ച സംഗീത സഹകരിക്കും ശ്രീഹർണികൾ മരിച്ച ആര്യ അശോകനും ക്യാമറമാൻ ജിജോയ്ക്കൊപ്പം ഫിലിപ്പോസും കുര്യക്കോസ് സൈനിക്കും. ഷോ മീ യുവർ റിംഗ്. സോറി, കൈ വാരിപ്പോയി. ഇതിലാണ് എനിക്ക് ഇടാൻ ഇഷ്ടം. സോറി, വിരൽ മാറിപ്പോയി. ഇതാണ് എനിക്ക് ഇടാൻ ഇഷ്ടമുള്ളത്. പറ. നമ്മൾ നോൺ കൺവെൻഷണൽ പരിപാടി ഞാൻ വിചാരിച്ചില്ല സർപ്രൈസ് ചെയ്ത് എല്ലാവരും കൂടെ. ഞാൻ ഓർത്തില്ല. ഈ ഇത്ര നാളായിട്ട് ഞാൻ എനിക്ക് റിംഗ് വേണം, എന്നെ പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പൈസ ഒന്നും ഇല്ല കുട്ടി. അപ്പൊ ഞാൻ വെച്ചാൽ നമുക്ക് കല്യാണം നടത്തണ്ട, റിസപ്ഷൻ വേണ്ട. ഇവള് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് നമുക്ക് ഒരു സ്വരോസ്കിന്ന് ഒരു മോരം മേടിച്ചാൽ പ്രപ്പോസൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, പിന്നെ ഒരു നല്ലത് മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരെ ഞാൻ പറഞ്ഞു. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പോട്ടെ, ക്ലെയറിന്നാണേലും ഒരു മോതിരം മേടിച്ചത് മതി. ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു ഷോ കാണിച്ചാൽ മതി. പിന്നെ എനിക്ക് നല്ല 1 carat ഡയമണ്ട് മേടിച്ചെന്നാണ് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് നീ എക്സ്പെക്ട് ചെയ്തോ? അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല. ഇന്ന് നീ എക്സ്പെക്ട് ഞാൻ ഓർത്തത് ചിലപ്പോ ഇങ്ങനെ എല്ലാം നമ്മുടെ കല്യാണത്തിന്റെ എല്ലാ സാധനങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പൈസ ബാക്കി വരുവാണെങ്കിൽ അപ്പം വരുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവളെ മാക്സിമം ഡൈവേർട്ട് ചെയ്യണം. പൈസ ഇല്ലാന്ന് പറയണം. അപ്പൊ അവളെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അവള് തന്നെ മെടുക്കും ചോദിച്ചു അങ്ങനെ നിർത്തിക്കോളൂ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. Cheers to Philippos and Gopika. Yay! So this happened today, അല്ലേ? ഞാൻ ആക്ച്വലി വിചാരിച്ച സത്യത്തിൽ എന്റെ ബർത്ത്ഡേ ആഘോഷം തന്നെയാണ്. എന്നെ സർപ്രൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഉൾപ്പെടണം, നന്നായിട്ട് ഒരുങ്ങണം, ഡാൻസ് ചെയ്യണം. ഇതല്ലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. ഞങ്ങളുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കിടക്കാൻ നേരത്ത് 3-4 വർഷം കരഞ്ഞിട്ടുണ്ട്. എന്റെ അത് പ്രപ്പോസ് എനിക്ക് പ്രപ്പോസൽ വേണം. എനിക്ക് മറ്റേ ഹാപ്പി ബർത്ത്ഡേ, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് സെലിബ്രേഷൻസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഗൈസ്. 4 വർഷമായി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. നമ്മുടെ വ്ലോഗ് ഇവിടെ കഴിയും. അപ്പം വിഷിംഗ് ദീസ് 2 പീപ്പിൾസ് എ ഹാപ്പി ആൻഡ് ഗുഡ് ലൈഫ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. വി ആർ വെരി ഹാപ്പി ഫോർ യു ബോത്ത്. അപ്പം എല്ലാവർക്കും ബൈ കൊടുക്ക. ബൈ.